പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇടവക ജീവിതത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനെ ഇന്നും കണ്ണുനീരോടുകൂടി ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരം RCCയിൽ നിന്ന് നാവ് മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയന്നോടി അവസാനം മരണത്തിന് ആ മകൻ കീഴടങ്ങുകയായിരുന്നു. BC 7-ാം നൂറ്റാണ്ടിൽ 5-ാം നൂറ്റാണ്ടിലുമൊക്കെ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ജോബിൻ്റെ പുസ്തകത്തിൽ. ജോബിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം 20-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം വളരെ വ്യക്തമായി പറയുകയാണ്. അവൻ്റെ നാവിന് തിന്മ മധുരമായി തോന്നിയേക്കാം, അവനത് നാവിനടിയിൽ ഒളിച്ചു വച്ചേക്കാം, രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി മാറുന്നു. നമ്മുടെ ചെറുപ്പക്കാരെ ഇന്ന് പാൻപരാഗും തുളസിയും ശംഭുവുമൊക്കെ ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നാവിനടിയിൽ വച്ച് ലഹരി ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട്. മക്കളെ, ദൈവവചനം പറയുന്നു, ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി മാറും, നിന്റെ ജീവൻ അത് അപകരിക്കും. അതിനാൽ ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് നിന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമ്മെ ഓർപ്പെടുത്തുന്നു. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. വചനം പറയുന്നു, എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിൽ അകപ്പെടും, മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. അതിനാൽ പ്രിയപ്പെട്ട മക്കളെ, മദ്യവും മയക്കുമരുന്നിലൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്നവൻ അവസാനം ദാരിദ്ര്യത്തിലും കീറത്തുണിയും ഉടുക്കേണ്ടി വരും. അതിനാൽ ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇതിൽ നിന്നുള്ളൊരു മോചനത്തിന് വേണ്ടി. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് കിടക്കുന്ന ധാരാളം മക്കളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്ന ധാരാളം കുടുംബങ്ങൾ ഞങ്ങളുടെ ഈ സമൂഹത്തിലുണ്ട്. തങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വസ്ഥതയും സന്തോഷവും സ്വയം നഷ്ടപ്പെടുത്തിയും മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുക്കാതെയും സന്തോഷം കൊടുക്കാതെയും ജീവിക്കുന്ന ഈ ജന്മങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ മേൽ കരുണയായിരിക്കണമേ. ഈ ലഹരി പാനീയങ്ങളിൽ നിന്നുള്ള മോചനം അവർക്കായി അവിടുന്ന് നൽകണമേ. ആമേൻ. ഈ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്നേഹത്തോടെ നേരുന്നു.